അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ ഗർഭിണിയാണ് എന്ന് പറഞ്ഞവരുടെ സക്സസ് സ്റ്റോറിയാണ്. ആമുഖമൊന്നും പറയാൻ നിൽക്കുന്നില്ല. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 2-3 വീഡിയോകൾക്ക് താഴെ വന്ന പോസിറ്റീവ് കമൻറ്റുകൾ മാത്രം വായിക്കുന്നു. ഇനിയും ഒരുപാട് പേർക്ക് ഗർഭിണിയാവാനും നമ്മുടെ ചാനലിൽ ഞാനും ഗർഭിണിയായി എന്ന് സന്തോഷം പറയാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു. നിങ്ങൾ ഗർഭിണിയായി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം എന്നതും ഈ ചാനലിൽ പറഞ്ഞ് എന്തൊക്കെ ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്തു എന്നതുകൂടി എഴുതുക. ഞാനും ഗർഭിണിയായി എന്ന് മാത്രം പറയുന്ന കമൻറ്റുകളൊക്കെ ഒഴിവാക്കിയാണ് നമ്മൾ സക്സസ് സ്റ്റോറി പറയുന്നത്. അള്ളാഹു ഇനിയും ഒരുപാട് പേർക്ക് ഗർഭിണിയായി എന്ന് പറയാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷ കമൻറ്റുകൾ വായിക്കാം. ആദ്യ കമൻറ്റ് അസ്ലമിയ മുഖ്താർ എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ 2 വർഷം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളായിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവായി. ഈ ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. ഗ്രാമ്പു വെള്ളം കുടിച്ചിരുന്നു, നെച്ചിക്കാട്ട് ബെയ്ത്ത് ചൊല്ലിയിരുന്നു. ഹസ്ബൻഡിന് മോട്ടിലിറ്റി 15 ഉണ്ടായിരുന്നുള്ളൂ. ഞാനും പോസിറ്റീവ് കമൻ്റ് ഇട്ടു, അൽഹംദുലില്ലാ. അടുത്ത കമൻറ്റ് ബദരി അൻസാജ് എന്ന ഐഡിയിൽ നിന്നും. അസ്സലാമു അലൈക്കും ഇക്ക, അൽഹംദുലില്ലാ. ഞാനും പ്രഗ്നൻ്റായി. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. PCOD ഉണ്ടായിരുന്നു, ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു. ഹസ്ബൻഡ് 2 മാസത്തെ ലീവിന് വന്നിട്ട് പോയി. അൽഹംദുലില്ലാ ഫസ്റ്റ് സ്കാനിങ് കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു. ഇക്കാടെ ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. ഗ്രാമ്പു വെള്ളം, കറുത്ത മുന്തിരി, ലെഗപ്പ് വാൾ പൊസിഷന്, കാലിൽ സോക്സ്, ചണവിത്ത്, മത്തൻകുരു, ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. നിയത്താക്കി ഒരു ഖത്തും ഓതി സ്വലാത്ത് അധികരിപ്പിച്ചു. അടുത്ത കമൻറ്റ് ഡ്രീംസ് വേൾഡ് എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ ഇക്ക, ഞാനും ഗർഭിണിയായി. എനിക്കിപ്പോൾ 3 മാസമായി. ആദ്യത്തെ മോൾക്ക് 13 വയസ്സായി. വിശ്വസിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. ഇക്കാരുടെ ടിപ്സുകൾ എനിക്ക് നല്ല മാറ്റങ്ങൾ തോന്നി. എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. തൈറോയ്ഡ് കുറക്കാൻ ഡോക്ടറെ കാണിച്ചു. ഇക്കാരുടെ ടിപ്സും അതിൻ്റെ ഒപ്പം ചെയ്തു. റിസൾട്ട് കിട്ടി. 4 മാസമാണ് ടിപ്സ് ചെയ്തത്. ഗ്രാമ്പു വെള്ളം, മുന്തിരി വെള്ളം, മെൻസസ് സമയത്ത് 3 ദിവസം തല നനച്ചില്ല. നെച്ചിക്കാട് ബെയ്ത്തോതി, ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചു. ചോറ് 1 നേരമാക്കി, ചായ ഒഴിവാക്കി, ഫ്രൂട്ട്സ് പച്ചക്കറി കഴിച്ചു. സുംബ ഡാൻസ് എക്സസൈസ് ചെയ്തു. പിന്നെ നമ്മുടെ മനസ്സുരുകിയ പ്രാർത്ഥനയും. ഇക്കാക്ക് ഗ്രാമ്പു വെള്ളം കൊടുത്തു. ഡോക്ടറെ കാണിച്ചു, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ആരും വിഷമിക്കരുത്. ഇക്കയുടെ ടിപ്സുകൾ ഫോളോ ചെയ്യൂ, ഉറപ്പാണ്. മനസ്സ് തളരരുത്. ഞാൻ ഒരുപാട് വിഷമിച്ച ആളാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ തൈറോയ്ഡ് കൂടുതലാണ്, കുറക്കാനുള്ള മരുന്ന് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഈ മാസം ഗർഭിണിയാവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ മാസം ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ മാസം തന്നെ ഗർഭിണിയായി. ഞാൻ പോലും വിശ്വസിച്ചില്ല. ഡോക്ടറെ കാണിച്ചപ്പോഴാണ് വിശ്വാസമായത്. ഇക്കാക്കും കുടുംബത്തിനും നല്ലത് വരട്ടെ. അടുത്ത കമൻറ്റ് ഫായിഹ CP എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ ഇക്ക, ഞാനും പ്രഗ്നൻ്റായി. പടച്ചോൻ്റെ തൗഫീക്കും കൊണ്ടും പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരുവിധം ടിപ്സുകളൊക്കെ ഫോളോ ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്ക് 4 മാസമായി. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ടൊരു കുഴപ്പമില്ലാതിരിക്കാൻ ദുആ ചെയ്യണം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. അടുത്ത കമൻറ്റ് ഫർസാന അജ്മൽ എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ എനിക്കും പോസിറ്റീവായി. ഇങ്ങനെ ഒരു കമൻറ്റ് എപ്പോൾ ഇടാമെന്ന് പറ്റും എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ അതെന്തായാലും സാധിച്ചു. എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 3 വർഷമാകുന്നു. എനിക്ക് PCOD ഉണ്ടായിരുന്നു, ഹോർമോൺ ഇംബാലൻസും ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ നല്ല ടെൻഷനായിരുന്നു. കൂടെ പഠിച്ചവർക്കൊക്കെ വിശേഷമുണ്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴാണ് ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ടാവുക എന്ന് ആലോചിച്ച് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പിന്നീടാണ് ഇക്കയുടെ ചാനൽ കാണുന്നത്. 1 വർഷമായി ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ കാര്യമായി ഒന്നും ചെയ്തിരുന്നില്ല. പിന്നെ ഇതിലെ ഓരോ പോസിറ്റീവ് കമൻറ്റുകൾ കാണുമ്പോഴും ആത്മവിശ്വാസം കൂടി വന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന ടിപ്സ് എല്ലാം ഫോളോ ചെയ്തു. ഹസ്ബൻഡും കൂടെ നിന്നു. ഞങ്ങൾ 2 പേരും നല്ല ഫുഡ് ഡയറ്റൊക്കെ ചെയ്യാൻ തുടങ്ങി. അടുത്ത കമൻറ്റ് ഹസ്ന അജ്നാസ് എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ ഞാനിപ്പോൾ പ്രഗ്നൻ്റാണ്. 2.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പോൾ 5 മാസം പ്രഗ്നൻ്റാണ്. ഈ ചാനൽ ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അടുത്ത കമൻറ്റ് ഹോം മെയ്ഡ് ഹാപ്പിനെസ് എന്ന ഐഡിയിൽ നിന്നും. 4 വർഷത്തിന് ശേഷം ഞാനും പ്രഗ്നൻ്റാണ്. വിശ്വാസത്തോടുകൂടി ടിപ്സുകൾ ഫോളോ ചെയ്യുക, പോസിറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കുക. പ്രഗ്നൻ്റ് ആകുമെന്ന് ഉറച്ച് വിശ്വസിക്കാം. പ്രാർത്ഥനയും. തീർച്ചയായും റിസൾട്ട് ഉണ്ടാകും എല്ലാവർക്കും. അടുത്ത കമൻറ്റ് ഇർഫു എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ 7 വർഷത്തിന് ശേഷം ഞാനും ഗർഭിണിയായി. വേരിക്കോസിലായിരുന്നു പ്രശ്നം, ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് റജിത R എന്ന ഐഡിയിൽ നിന്നും. ഇക്ക, 2.5 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് എനിക്കും പോസിറ്റീവായി. ഹസ്ബൻഡിന് മോട്ടിലിറ്റി കൗണ്ട് കുറവായിരുന്നു. ഞാൻ ഇക്കാൻ്റെ ടിപ്സുകൾ ഫോളോ ചെയ്തിരുന്നു. ഗ്രാമ്പു വെള്ളം, ഉണക്കമുന്തിരി, മത്തിപ്പഴവും വെള്ളത്തിലിട്ട് കുടിച്ചു. ബദാം, പേരയില വെള്ളം, ഞെരിഞ്ഞിൽ വെള്ളം, മത്തൻകുരു,
അശ്വഗന്ധപ്പൊടിയും നായ്ക്കൊരനപ്പൊടിയും പാലിൽ മിക്സ് ചെയ്ത് കൊടുത്തു, ചെറുപയർ മുളപ്പിച്ച് കൊടുത്തു. അങ്ങനെ എന്നെക്കൊണ്ട് ആവുന്ന എല്ലാ ടിപ്സും ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയാണ് പറഞ്ഞത്. എല്ലാവരും ഉറച്ച മനസ്സോടെ ഇക്കാൻ്റെ ടിപ്സുകൾ ഫോളോ ചെയ്യുക. റിസൾട്ട് ഉറപ്പാണ്. ഒരു കുഴപ്പമില്ലാതെ ഇത് നിലനിർത്തി തരാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് റമീസ ഉനൈസ് എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ ഞാനും പ്രഗ്നൻ്റായി, എനിക്ക് PCOD ആയിരുന്നു. നിങ്ങളുടെ ചാനലിലെ ഡയറ്റ് ടിപ്സുകൾ ഫോളോ ചെയ്ത് എനിക്ക് ഒരു മാസം കൊണ്ട് തന്നെ പോസിറ്റീവായി. അടുത്ത കമൻറ്റ് സഹല പിഞ്ചു എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ എനിക്കും അങ്ങനെ 10 വർഷത്തിന് ശേഷം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടി. അൽഹംദുലില്ലാ ഇപ്പോൾ 3 മാസത്തിലേക്ക് കടന്നു. കല്യാണം കഴിഞ്ഞ് 2 വർഷത്തിലുണ്ടായി, അബോർഷനായി, പിന്നെ ഇപ്പോഴാണ് ഉണ്ടായത്. എന്തായാലും ഇക്കാൻ്റെ ടിപ്സുകൾ എല്ലാവരും മുറുകെ പിടിച്ചോളൂ. റിസൾട്ട് എന്തായാലും കിട്ടും. ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് മക്കളില്ലാതെ ശ്രമിക്കുന്ന എല്ലാവർക്കും സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അടുത്ത കമൻറ്റ് ഷഫീഖ് PK അൽഹംദുലില്ലാ 5 വർഷത്തിന് ശേഷം ഞാനും ഗർഭിണിയായി. ഹസ്ബൻഡ് 15-ാം തീയതി ഗൾഫിലേക്ക് പോകാൻ എനിക്ക് ഇപ്പോൾ 2 മാസമായി. ഛർദിയുണ്ട്. ഇനി അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. അടുത്ത കമൻറ്റ് ഷഫ്ന ഷാഹുൽ എന്ന ഐഡിയിൽ നിന്നും മാഷാ അല്ലാ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കും പോസിറ്റീവായി. എനിക്ക് PCOS ആണ്. എന്നിട്ടും ട്രീറ്റ്മെൻറ്റ് എടുത്തു. അണ്ടം വളരാൻ മെഡിസിൻ കഴിച്ചിരുന്നു. അങ്ങനെ കുറച്ച് മാസം മുന്നേ ഞാൻ പ്രഗ്നൻ്റ് ആയി. പക്ഷേ അത് മിസ്കാരേജ് ആയി പോയി. ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഇക്കയുടെ വീഡിയോസ് കണ്ടു തുടങ്ങിയത്. എൻ്റെ ഉമ്മയാണ് എനിക്ക് കാണിച്ചു തന്നത്. എല്ലാ ടിപ്സും ഫോളോ ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ കറക്റ്റ് പീരീഡ് കഴിഞ്ഞ് ഗ്രാമ്പു വെള്ളം കുടിച്ചിരുന്നു. അൽഹംദുലില്ലാ ഇപ്പോൾ ഞാൻ 8 വീക്ക് പ്രഗ്നൻ്റ് ആണ്. സ്കാൻ ചെയ്യാൻ നല്ല പേടിയായിരുന്നു. മുന്നത്തെ പോലെ ഇഷ്യൂസ് വല്ലതും ഉണ്ടാവുമോ എന്ന് ആലോചിച്ച്. പക്ഷേ എല്ലാം നോർമലാണ്. ഹാർട്ട് ബീറ്റൊക്കെ കേൾപ്പിച്ചു തന്നു. ഇക്കാക്ക് ഒരുപാട് നന്ദി. ഞാൻ ഇക്കയുടെ ടിപ്സുകൾ ഫോളോ ചെയ്തത് കൊണ്ട് ആണ് എനിക്ക് ഇങ്ങനെ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മക്കളാവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അടുത്ത കമൻറ്റ് ഷഹാന AK എന്ന ഐഡിയിൽ നിന്നും അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാ ഞാൻ ഇന്നലെ ടെസ്റ്റ് ചെയ്തു. എനിക്കും പോസിറ്റീവായി. വിവാഹം കഴിഞ്ഞ് 2.5 വർഷമായി. ഡോക്ടറെ കാണിച്ചു. AMH 0.68 ആയിരുന്നു. IUI ചെയ്യാൻ പറഞ്ഞു. IUIക്ക് താല്പര്യമില്ലാത്തതിനാൽ അവിടെ നിന്ന് പോന്നു. ഇക്കാൻ്റെ ചാനൽ കണ്ടു. ഗ്രാമ്പു വെള്ളം കുടിച്ചു. മുട്ടത്തോട് പൊടിച്ച് 1 മാസം കഴിച്ചു. ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുടിച്ചു. 1 ലക്ഷം സലാത്ത് ചൊല്ലി, നെച്ചിക്കാട് ബെയ്ത്ത് ചൊല്ലി. അൽഹംദുലില്ലാ അങ്ങനെ ഞാനും ഗർഭിണിയായി. പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം റാഹത്താവാൻ എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അടുത്ത കമൻറ്റ് സുൽഫത്ത് സിറാജ് എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് ഇന്നലെ പോസിറ്റീവ് റിസൾട്ട് കിട്ടി. 2 പ്രാവശ്യം അബോർഷനായതാണ്. 3ാമതാണ് ഇത്. ഒരു കുഴപ്പവുമില്ലാതെ സോലിയായ ഒരു കുഞ്ഞിനെ കിട്ടാനും മക്കളില്ലാണ്ട് വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു മക്കളെ നൽകണേ. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എല്ലാവർക്കും വേണ്ടി ഞാനും ദുആ ചെയ്യും. അബൂ റിഫാസ് ഇക്കാക്കും കുടുംബത്തിനും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാ അൽഹംദുലില്ലാ 17 പേരുടെ സന്തോഷ കമൻറ്റുകളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഗർഭിണിയാണ് എന്ന് പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു അത് നിലനിർത്തി കൊടുക്കട്ടെ. ഗർഭധാരണം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ചാനലിലും ഗ്രൂപ്പിലും നമ്മൾ പറയുന്ന ടിപ്സുകൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഈ മുഹറം മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എളുപ്പം ഗർഭിണിയായി എന്ന് പറയാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.